ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DS സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് നമുക്കൊരു പായസം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അരിപ്പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസാദമായിട്ട് നമുക്ക് അരിപ്പായസം കിട്ടാറുണ്ട്. വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ആ ഒരു പായസത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അല്ലേ. ആ ഒരു ടേസ്റ്റുള്ള ആ ഒരു ഫീൽ തരുന്ന ഒരു പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് അരിപ്പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പളവിൽ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം, ക്ഷേത്രത്തിലൊക്കെ ഈ ഉണക്കലരി തന്നെയാണ് എടുക്കാറ് പായസം ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 200 ഗ്രാമോളം വരും. പിന്നെ നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ അരക്കപ്പളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും 5 ഏലക്കായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അരിപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പാത്രത്തിൽ തന്നെ ഈ ഒരു അരി വേവിച്ചെടുക്കാൻ പറ്റും. ഉണക്കലരിക്ക് ഒരുപാട് വേവൊന്നുമില്ല. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി അരി ഒരു കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് 3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. ഈ ശർക്കര നല്ല കളറും മധുരവും ഒക്കെയുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്ത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ മുഴുവനായിട്ടും മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്ന അരി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയുടെ അടിയിലൊക്കെ എപ്പോഴും ഒരു കുറച്ച് കച്ചറയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ച് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഏലക്കായ ഒന്ന് പൊളിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏലക്കായ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം തന്നെ ഇത് എടുക്കുന്നില്ല. പകരം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം വേണം നമ്മളിത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പായസം എപ്പോഴും കുറച്ച് തിക്കായിട്ട് കഴിക്കാനായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തിക്കായി വരും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. മസ്റ്റായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പായസത്തിനും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.